കരുവന്നൂരിന് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം തൃശൂരിലെ CPIM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാർട്ടി നേതാവിന്റെ തന്നെ ശബ്ദരേഖ. ജില്ലയിലെ CPIM നേതാക്കൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണം ഉന്നയിക്കുന്ന DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ നിബിൻ ശ്രീനിവാസനുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് പുറത്തുവന്നത്. MK കണ്ണൻ, AC മൊയ്തീൻ തുടങ്ങിയവർ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ സാമ്പത്തിക സ്വാധീനമുണ്ടെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കൾ സാമ്പത്തികമായി മുന്നേറുമെന്നുമായിരുന്നു സ്വകാര്യ സംഭാഷണത്തിനിടെ ആരോപണം. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്നും ശരത് പ്രസാദ് പറയുന്നുണ്ട്. MK കണ്ണന് കോടാനുകോടിയുടെ സ്വത്തുണ്ടെന്നും അപ്പർ ക്ലാസിനെ ഡീൽ ചെയ്യുന്ന ആൾ AC മൊയ്തീനെന്നും ശരത് പ്രസാദ് പറയുന്നു. കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും പ്രതിപക്ഷവും CPM നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ആരോപണം ഒരു പാർട്ടി നേതാവ് തുറന്നു പറയുന്നത് CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. 5 വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് ശരത് പ്രസാദ് പറഞ്ഞു. ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം തന്റേത് തന്നെയാണെന്ന് നിബിൻ ശ്രീനിവാസൻ പ്രതികരിച്ചു. ഈ വോയിസ് ക്ലിപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഈ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള സംസാരം ശരത്തിന്റെ ഭാഗത്തുനിന്നുള്ള സംസാരമാണ്. ഞാനതിലൊരു ശ്രോതാവാണ്, ഞാനത് കേട്ടിരിക്കുന്ന ഒരാള്. ഇടയ്ക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ശരത് പ്രസാദ് എന്ന് പറഞ്ഞ DYFIയുടെ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ നിലവിലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ CPM ജില്ലാ കമ്മിറ്റി മെമ്പറുള്ള ശരത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ എതിർഭാഗത്തുള്ള ശബ്ദം എന്റെ തന്നെയാണ്. ഞാനത് അല്ല എന്ന് പറയുന്നില്ല, എന്റെ ശബ്ദം തന്നെയാണത്. അതേസമയം ആരോപണങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്ന് MK കണ്ണൻ പ്രതികരിച്ചു. ഇതിനു പിന്നിൽ പാർട്ടിയിൽ നിന്നും പുറത്തായവരാണെന്നും കണ്ണൻ ആരോപിച്ചു. അപ്പൊ ഇതിനുള്ള പ്രശ്നം എന്താ? ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് പോയി പുറത്തു പോയി. വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന യാതൊന്നും അതിലില്ല. സംഭവത്തിൽ ശരത്തിനോട് വിശദീകരണം തേടും. CPMനെതിരെ നടന്ന മാധ്യമ വിചാരണകളുണ്ട്, രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട്. അതെല്ലാം തെറ്റായ കാര്യമാണെന്നും ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ ജീവിതം സുതാര്യമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അനുചിത പരാമർശമാണ് ഉണ്ടായതെന്നും വിമർശിച്ചു. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയാൻ ഇടയായി എന്ന് വിശദീകരണം ആവശ്യപ്പെടുമെന്നും ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നും MK കണ്ണൻ പ്രതികരിച്ചു. CPM നേതാക്കളുടെ അഴിമതി ആരോപണങ്ങളാണ് DYFI ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷക്കാലം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും V മുരളീധരൻ പറഞ്ഞു. കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയായിക്കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ആസ്തികൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടക്കുന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.